ഹലോ, അസ്സലാമലൈക്കും. ഇന്നൊരു പീനട്ട് ബ്രൗണി ആയാലോ? നമുക്ക് ബ്രൗണിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും ബ്രൗണി അറിയാം, ബ്രൗണി കഴിച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ബൗൾ എടുക്കുക, 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക, വാനില എസൻസ് കൂടെ ചേർത്ത് ഓവർ ബീറ്റാക്കാത്ത രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്യുക. മുട്ട ഓവർ ബീറ്റ് ആയിക്കഴിഞ്ഞാൽ പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പതയേണ്ട കാര്യമില്ല, നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ പോലെ ആക്കി പോകും. ബ്രൗണിക്ക് അധികം നമ്മൾ ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നമ്മൾ ബ്രൗൺ ഷുഗർ കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗർ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ബട്ടറിൽ മെൽറ്റ് ചെയ്ത നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടെ ചേർത്ത് അതുകൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മൈദ, കോഫി പൗഡർ, കൊക്കോ പൗഡർ, ഒരു നുള്ളു ഉപ്പ് ഇതുകൂടെ ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ അതും കൂടെ മിക്സാക്കി ഒന്ന് അത് ഓവർ ബീറ്റ് വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ടേസ്റ്റ് കൂടാൻ കുറച്ച് ചോക്കോ ചിപ്പും മിൽക്ക് ചോക്ലേറ്റും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനുണ്ട് നമ്മൾ പാനിലോട്ട് മാറ്റുക. ബട്ടർ പേപ്പർ വെച്ച പാനിലോട്ടൊന്ന് മാറ്റിയതിന് ശേഷം പിന്നെ ലാസ്റ്റായിട്ടാണ് നമ്മൾ പീനട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യാനുസരണം പീനട്ട് ചേർക്കുക, അതുപോലെ കാഷ്യൂ, ഇതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലോട്ട് മാറ്റി ഒരു 40 മിനിറ്റായി എനിക്ക് ബേക്ക് ചെയ്തപ്പോൾ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടെക്സ്ചറായിട്ടുള്ള കണ്ടോ ബ്രൗണിയുടെ ടെക്സ്ചർ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണി റെഡി ആയിട്ടുണ്ട്.